ഇത്തവണയും സർക്കാർ ജീവനക്കാർക്ക് ബോണസ് അലവൻസും വർദ്ധിപ്പിച്ചില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ 4500 രൂപ ബോണസും 3000 രൂപ അലവൻസും തന്നെയാണ് ഇത്തവണയും സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുക. 2025-ലാണ് LDF സർക്കാർ ബോണസും അലവൻസും വർദ്ധിപ്പിച്ചത്. വിവരങ്ങളുമായി അഞ്ജു എസ് പാലാണ് ചേർന്നത്. അഞ്ജു, സർക്കാർ ജീവനക്കാർ കാത്തിരുന്ന ആ വിസ്മയം അത് പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണോ? എന്താണ് വിവരങ്ങൾ? പക്ഷേ അങ്ങനെ തന്നെയാണ്. സർക്കാർ അധികാരത്തിലേറി UDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷമുള്ള അവരുടെ ആദ്യത്തെ ഓണക്കാലമാണ്. ആ ഓണക്കാലത്ത് വലിയ വിസ്മയങ്ങൾ ഈ സർക്കാർ ജീവനക്കാരെ കാത്തിരിപ്പുണ്ടെന്നുള്ളൊരു കാര്യമാണ് ആദ്യമൊക്കെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയ ഒരു കാര്യം. പക്ഷേ അങ്ങനെ ഒരു വിസ്മയം ഇത്തവണത്തെ ഓണ ബോണസുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ സർക്കാർ എത്ര രൂപ നൽകിയോ അത് തന്നെയാണ് ഇത്തവണയും സർക്കാർ നൽകുന്നത്. അതിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ബോണസ് 4500 രൂപയായിരുന്നു. അത് ഇത്തവണയും അത് തന്നെ കിട്ടുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ അലവൻസ് ആയിട്ട് 3000 രൂപ, അതും 3000 ആയിട്ട് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അഡ്വാൻസിൻ്റെ കാര്യത്തിലും മാറ്റമില്ല. 20000 രൂപ, അതും 20000 രൂപയായിട്ട് തന്നെ തുടരും. ഇത്തരത്തിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് എത്ര രൂപയായിരുന്നു അത് തന്നെയാണ് ഈ സർക്കാരിൻ്റെ കാലത്തും നൽകുന്നത്. അതിൽ വിസ്മയങ്ങളൊന്നുമില്ല. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ക്ഷാമബത്ത 32% സർക്കാർ ഉയർത്തിയിരുന്നു. അതിനെ തുടർന്ന് ഈ അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് 49,275 എത്തിയിരുന്നു. അത് 49,275 അടിസ്ഥാന ശമ്പളം എന്ന് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 4500 രൂപ ജീവനക്കാർക്ക് ബോണസ് ലഭിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് എത്ര പേർക്കാണോ ഇത്തരത്തിൽ ബോണസ് ലഭിച്ചിരുന്നത് അത്രയും ആളുകൾക്ക് മാത്രമാണ് ഇത്തവണയും ബോണസ് ലഭിക്കുന്നത്. അധികം ആർക്കും ബോണസും ലഭിക്കുന്നില്ല. ഇത്തരത്തിൽ ക്ഷാമബത്ത 32% ആക്കിയിട്ടും ഈ സർക്കാർ അതിലൊരു മാറ്റവും വരുത്തുന്നില്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ സമയത്താണ് കഴിഞ്ഞ സർക്കാർ ഇത്തരത്തിൽ ബോണസും അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിയത്. 2025 അതായത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് 4000 രൂപയായിരുന്ന ബോണസ് 4500 രൂപയാക്കുകയും അതുപോലെ തന്നെ അലവൻസ് 2750 രൂപയായിരുന്നു. അത് 3000 രൂപയാക്കിയതും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഓണക്കാലത്ത് സർക്കാർ ജീവനക്കാർക്കും അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂളിലെ അധ്യാപകർക്കും ഈ താൽക്കാലിക ജീവനക്കാർക്കും മറ്റ് പെൻഷൻകാർക്കുമൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തായാലും ഒരു സമ്മാനം ആവശ്യമാണ്. പക്ഷേ ആ സാമ്പത്തിക പ്രതിസന്ധി ഒന്നും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നെങ്കിലും സർക്കാർ അതിനൊരു പ്രാധാന്യം നൽകുകയും ജീവനക്കാർക്ക് ഈ ബോണസും അതുപോലെ തന്നെ അലവൻസിലും വലിയ രീതിയിലുള്ള മാറ്റം വരുത്തുകയും ചെയ്തു. അത്തരത്തിലാണ് 4000 ആയിരുന്നത് 4500 അതുപോലെ തന്നെ അലവൻസ് 3000 വർദ്ധിച്ചത്. പക്ഷേ ഈ സർക്കാർ വന്ന് ആദ്യ ഓണത്തിന് ഒരു വിസ്മയങ്ങളും ജീവനക്കാർക്ക് നൽകുന്നില്ല. വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ PD സതീശൻ പല പ്രസ് മീറ്റുകളിൽ അടക്കം പറഞ്ഞിരുന്നു. പക്ഷേ ഒന്നും വന്നിട്ടില്ല. ഇന്ന് വന്ന ഉത്തരവ് പ്രകാരം കഴിഞ്ഞ സർക്കാർ എന്ത് നൽകിയോ അത് ഇത്തവണയും തുടരും.